നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡയഗണലൈസേഷൻ ഓഫ് എ മെട്രിക്സ് ആണ്. ഒരു മെട്രിക്സ് എപ്പോഴാണ് ഡയഗണലൈസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡി ഈസ് ഈക്വൽ ടു എം ഇൻവേഴ്സ് എ ദ ഗിവൺ മെട്രിക്സ് ഇൻറ്റു എം എന്ന ഫോമിൽ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിലാണ് ആ മെട്രിക്സിനെ ആ മെട്രിക്സ് ഡയഗണലൈസബിൾ ആണ് എന്ന് പറയാൻ പറ്റുന്നത്. ഡയഗണൽ മെട്രിക്സ് ഡി ഈസ് ഈക്വൽ ടു എം ഇൻവേഴ്സ് എ എം എന്ന ഫോമിൽ എഴുതാൻ പറ്റണം. അവിടെ എ എന്ന് പറയുന്നത് ഗിവൺ മെട്രിക്സും എം എന്ന് പറയുന്നത് മോഡാൽ മെട്രിക്സും എയ്ഗൺ വെക്റ്റേഴ്സ് യൂസ് ചെയ്ത് ഫോം ചെയ്യുന്ന മോഡാൽ മെട്രിക്സും എം ഇൻവേഴ്സ് എന്ന് പറയുന്നത് ആ മോഡാൽ മെട്രിക്സിൻ്റെ ഇൻവേഴ്സും. അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് ഡയഗണലൈസേഷൻ ഓഫ് മെട്രിക്സിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കാം. ഷോ ദാറ്റ് ദ ഗിവൺ മെട്രിക്സ് ഈസ് ഡയഗണലൈസബിൾ. is diagonalizable. ഇതാണ് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദ മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു ദിസ് ഈസ് ഡയഗണലൈസബിൾ. ഇതൊരു 3x3 മെട്രിക്സ് ആണ്. ഇനി എ മെട്രിക്സ് ഈസ് സെയ്ഡ് ടു ബി ഡയഗണലൈസബിൾ if it can be written as, we have a matrix is said to be diagonalizable if it can be written as D is equal to M inverse A M, where M is the modal matrix, A is the given matrix, M is the modal matrix, M inverse is the inverse of modal matrix. M is the inverse. D is the diagonalized matrix or diagonal matrix. അപ്പോൾ ഈ ഫോമിൽ ഒരു മെട്രിക്സിനെ നമുക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഡയഗണലൈസ് ചെയ്യാൻ പറ്റുന്ന മെട്രിക്സിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ മൊഡാൽ മെട്രിക്സ് എം എന്ന് പറയുന്നത് എയ്ഗൺ വെക്റ്റേഴ്സ് വെച്ചിട്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഈ മെട്രിക്സ് എടുത്തിട്ട് ലാംഡ യൂസ് ചെയ്ത് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോം ചെയ്യും. എ മൈനസ് ലാംഡ ഐ യൂസ് ചെയ്തിട്ട് അതിനുശേഷം അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്ത് ലാംഡയിലുള്ള ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഇക്വേഷൻ ഫോം ചെയ്യും. അതിനുശേഷം ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കും. ആ കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ എയ്ഗൺ വാല്യൂ എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ്, അതായത് ലാംഡയിലുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് കിട്ടുന്ന വാല്യൂസ്, ആ ലാംഡയുടെ വാല്യൂസ് ആണ് എയ്ഗൺ വാല്യൂസ്. ആ എയ്ഗൺ വാല്യൂസ് തിരിച്ച് ആ മെട്രിക്സ് എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്ന മെട്രിക്സിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇക്വേഷൻ x1 x2 x3 എന്ന് പറയുന്ന ഇക്വേഷൻ ഫോം ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ചെറിയ മെട്രിക്സ് കിട്ടും. 3/1 മെട്രിക്സ് കിട്ടും. ആ മെട്രിക്സിനെയാണ്
അങ്ങനെ നമുക്ക് ലാംഡയുടെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന മെട്രിക്സ് കമ്പൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മോഡാൽ മെട്രിക്സ് കിട്ടും. അപ്പോൾ ലാംഡയുടെ വാല്യൂസ് എ മൈനസ് ലാംഡയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസിനെയാണ് എയ്ഗൺ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ആ എയ്ഗൺ വെക്റ്റേഴ്സിനെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ മോഡാൽ മെട്രിക്സ് കിട്ടും. സോ ഫസ്റ്റ് നമ്മൾ എ എടുക്കണം, എ മൈനസ് ലാംഡ ഐ എഴുതണം, ലാംഡയുടെ ഇക്വേഷൻ ഫോം ചെയ്യണം, ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ആ കിട്ടുന്നതാണ് എയ്ഗൺ വാല്യൂസ്. എയ്ഗൺ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്ത് എയ്ഗൺ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കണം. 3 ലാംഡയുടെ വാല്യൂ ഉണ്ടെങ്കിൽ 3 എയ്ഗൺ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കും. അത് കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു 3/3 മെട്രിക്സ് കിട്ടും. അതാണ് മോഡാൽ മെട്രിക്സ്. എം കിട്ടിക്കഴിഞ്ഞാൽ എം ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. എന്നിട്ട് എം ഇൻവേഴ്സും എയും എമ്മും മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾക്ക് മെട്രിക്സ് എന്താണ് റിസൾട്ട് എന്ന് നോക്കണം. അത് ഒരു ഡയഗണൽ മെട്രിക്സ് ആണെങ്കിൽ ദെൻ വി ഹാവ് എ ഈസ് സെയ്ഡ് ടു ബി എ ഡയഗണലൈസബിൾ മെട്രിക്സ്. ഇത്രയാണ് പ്രോസസ്സ്. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എടുക്കണം. വി ഹാവ് ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വരുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ നേരത്തെ പറഞ്ഞ കെയ്ലി ഹാമിൽട്ടൺ മെട്രിക്സിൽ നിന്നാണ്. വി ഹാവ് കെയ്ലി ഹാമിൽട്ടൺ തിയറത്തിൽ നിന്നാണ്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ we have the characteristic equation a minus lambda I equal to 0. ഇവിടെ എ മൈനസ് ലാംഡ ഐ എടുക്കുമ്പോഴത്തേനും ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് എ എഴുതാം. 4 2 -2 -5 3 2 -2 4 1 മൈനസ് ലാംഡ ഐ. അപ്പോൾ ഈ മെട്രിക്സ് മൈനസ് ലാംഡ ഇൻറ്റു 1 0 0. അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോഴത്തേനും ഈ ഡയഗണൽ എലമെൻസിൽ നിന്നാണ് നമുക്ക് ലാംഡ മൈനസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് എങ്ങനെയാണ് എടുക്കുന്നത്? ഓൺ ടേക്കിംഗ് ദി ഡിറ്റർമിനൻറ്റ് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്, ഇത് നമ്മളൊരു ഷോർട്ട് കട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണേൽ ഡിറ്റർമിനൻറ്റ് ഇപ്പോൾ 4 മൈനസ് ലാംഡ ഇൻറ്റു ഈ മെട്രിക്സ് ചെയ്ത് അങ്ങനെ എഴുതാം. പക്ഷേ അത് കുറച്ച് പാടാണ്. അതുകൊണ്ട് വരുന്ന നമുക്ക് എല്ലായിടത്തും ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. ലാംഡ ക്യൂബ് മൈനസ് സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ഇൻറ്റു ലാംഡ സ്ക്വയർ. ഇവിടെ മൈനസ് വന്ന് അപ്പോൾ അടുത്ത പ്ലസ് സം ഓഫ് ഡയഗണൽ മൈനേഴ്സ് ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനൻറ്റ് എ ഈക്വൽ ടു 0. ഇത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്ത വാല്യൂ ആണ്, ഇക്വേഷനാണ്, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഇക്വേഷനാണ് നമുക്ക് കിട്ടുന്നത്. ഡിറ്റർമിനൻ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ നമുക്കിതിൻ്റെ വാല്യൂ കിട്ടും. അതേസമയം ഇത് 2/2 മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ ലാംഡ സ്ക്വയർ മൈനസ് സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ഇൻറ്റു ലാംഡ പ്ലസ് ഡിറ്റർമിനൻറ്റ് എ ഈക്വൽ ടു 0 എന്ന് വരും. കാരണം അവിടെ ഡയഗണൽ മൈനേഴ്സ് ഇല്ല. നമുക്ക് രണ്ട് ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ സമ്മ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എളുപ്പമുള്ള മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് വേണ്ടത് സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ്. സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. ഈ ലാംഡ മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ സം എടുക്കരുത്, ഗിവൺ മെട്രിക്സിൻ്റെ സമ്മാണ്. ഇപ്പോൾ ഇവിടെ ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോഴും ഗിവൺ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റാണ് എടുക്കുന്നത്. അപ്പോൾ ലാംഡ ഇതിൻ്റെ സമ്മ് എടുക്കരുത്, അല്ലെങ്കിൽ സമ്മ് എടുക്കാം പക്ഷേ ലാംഡ കൂട്ടരുത്. അപ്പോൾ 4 + 3 + 1, അതായത് 4 + 4 8, 4 + 3 + 1 ഈക്വൽ ടു 8. അതാണ് സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ്. ഇനി സം ഓഫ് ഡയഗണൽ മൈനേഴ്സ്. ഇനി ഫസ്റ്റ് ടൈം 4 നോക്കിക്കഴിഞ്ഞാൽ 3 - 8,
പ്ലസ് 4 മൈനസ് 4 പ്ലസ് 1ൻ്റെ ടൈം പോയി കഴിഞ്ഞാൽ 12 പ്ലസ് 10. അപ്പോൾ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഈ 4ഉം 4ഉം പോയി, 3 മൈനസ് 8 മൈനസ് 5, 22 മൈനസ് 5 17. അപ്പോൾ 8ഉം 17ഉം കിട്ടി. ഇനി ഈ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കണം. ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എ. ഫസ്റ്റ് ടൈം എന്താണ്? 4 ഇൻറ്റു 3 മൈനസ് 8. 4 ഇൻറ്റു 3 മൈനസ് 8 മൈനസ് 2 ഇൻറ്റു മൈനസ് 5 പ്ലസ് 4 മൈനസ് 2 ഇൻറ്റു മൈനസ് 20 പ്ലസ് 6 ഈക്വൽ ടു 4 ഇൻറ്റു മൈനസ് 5 മൈനസ് 2 ഇൻറ്റു മൈനസ് 1 മൈനസ് 2 ഇൻറ്റു 20 പ്ലസ് 2 പ്ലസ് 28 മൈനസ് 20. അപ്പോൾ ഇവിടെ 28ഉം 2ഉം കൂടി 30 മൈനസ് 20 10. അപ്പോൾ നമുക്കിവിടെ 3 ആവശ്യമുള്ള വാല്യൂസ്, ഡയഗണൽ എലമെൻസിൻ്റെ സമ്മ്, ഡയഗണൽ മൈനേഴ്സ്, ഡിറ്റർമിനൻ്റ്, ഇത്രയും കാര്യങ്ങൾ കിട്ടി. അപ്പോൾ ഇത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലാംഡ ക്യൂബ് മൈനസ് സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് 8 ലാംഡ സ്ക്വയർ പ്ലസ് സം ഓഫ് ഡയഗണൽ മൈനസ് 7 ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനൻ്റ് 10 ഈക്വൽ ടു 0. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഇക്വേഷൻ്റെ റൂട്ട്സ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കാൽക്കുലേറ്റർ അലൗഡ് ആയിട്ടുള്ള എക്സാംസ് ആണെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്ററിൽ ഇക്വേഷൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൂട്ട്സ് ഏതാണെന്ന് കിട്ടും. അങ്ങനെ റൂട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ 1, 2, 5 അല്ലെന്നുണ്ടെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് ഈ വാല്യൂസ് കണ്ടുപിടിക്കാം. ഈ കിട്ടിയ വാല്യൂസിനെയാണ് എയ്ഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഈ ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എയ്ഗൺ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കണം. So now on substituting the eigenvalues, when lambda is equal to 1, lambda equal to 1 നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും 4 മൈനസ് 1 3, ബാക്കിയുള്ളത് അതുപോലെ തന്നെ 2 മൈനസ് 2 മൈനസ് 5 1 അല്ല 3 മൈനസ് 1 2 2 മൈനസ് 2 4 1 മൈനസ് 1 0 ഇൻറ്റു x1 x2 x3 ഈക്വൽ ടു 0. ഇതാണ് എയ്ഗൺ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ മെട്രിക്സിനെ എയ്ഗൺ വാല്യൂസ് വെച്ച് സബ്സ്ട്രാക്ട് ചെയ്ത മെട്രിക്സിനെ ഈ 3/1 മെട്രിക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയ്ഗൺ വെക്റ്റേഴ്സ് കിട്ടും. അപ്പോൾ ഇതെന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ x1 x2 x3യുടെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ക്യാപിറ്റൽ x1 ഈസ് ഈക്വൽ ടു x1 x2 x3 എന്ന് പറയുന്നതാണ് ഈ ലാംഡ ഈസ് ഈക്വൽ ടു 1ൻ്റെ എയ്ഗൺ വാല്യൂവിൻ്റെ എയ്ഗൺ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് കണ്ടുപിടിക്കണം. അതിനായിട്ടുള്ള മെത്തേഡാണ് ഇനി നോക്കാൻ പോകുന്നത്. അതിന് നമ്മൾ 2 റോസ് സെലക്ട് ചെയ്യണം.
രണ്ട് റോസ് സെലക്ട് ചെയ്യുമ്പോൾ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ റോയുടെ അതേ മൾട്ടിപ്പിൾ ആകാൻ പാടില്ല, ഇത് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ആകാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ 3 2 2 ആണ്, അപ്പോൾ ഇവിടെയും 3 2 2 തന്നെ ആകാൻ പാടില്ല. -3 -2 ആകാൻ പാടില്ല. 6 4 4 ആകാൻ പാടില്ല. അതായത് അതിൻ്റെ മൾട്ടിപ്പിൾ തന്നെ ആകാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ 3 ആണ്, ഇവിടെ 5 ആണ്, ഇവിടെ -2 ആണ്, തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2 റോസ് എടുക്കാം. അതല്ലാതെ സെയിം വരുന്ന കേസാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കത് ഡയറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല, അവിടെ ടെക്നിക്ക് വേറെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേഷൻ ഫോം ചെയ്യണം. അതായത് 3x1 + 2x2, ഇത് മൈനസാണ്, -2 ആണ്, -2. 3x1 + 2x2 - 2x3 = 0 എന്ന് വരും ഫസ്റ്റ് റോ. സെക്കൻഡ് റോ -5x1 + 2x2 + 2x3 = 0. അപ്പോൾ 3x1 + 2x2 - 2x3 = 0. -5x1 + 2x2 + 2x3 = 0. ഇതാണ് നമ്മൾ ഫോം ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് രണ്ടിന്നും കൂടി സോൾവ് ചെയ്താണ് നമുക്ക് x1 x2 x3 കണ്ടുപിടിക്കണം. ഇത് സിമ്പിളാണ്, നമ്മളൊരു ടെക്നിക്ക് യൂസ് ചെയ്യും, ക്രാമേഴ്സ് റൂള്. ക്രാമേഴ്സ് റൂൾ എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്യാൻ പോകുന്നത്. ക്രാമേഴ്സ് റൂൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഴുതണം x1 x2 x3, ഇത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി അതിൻ്റെ ആ x1ൻ്റെ ടേംസ് മറച്ച് വയ്ക്കുക. അതായത് ഇപ്പോൾ ഇവിടെ x1 ആണ്, അത് മാറ്റിയിട്ട് ബാക്കി എല്ലാ ടേംസും എഴുതുക. 2 -2 2 2 ഇതെഴുതുക. അത് കഴിഞ്ഞ് x2ൻ്റെ ടേം മറച്ച് വയ്ക്കുക. 3 -2 -5 2. അടുത്തത് 3 2 -5 2. ഇനി 2 × 2 4 മൈനസ്, ഇത് മെട്രിക്സ് ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. 2 × 2 4 മൈനസ് 2 × -2, അതായത് 4 മൈനസ് -4 + 4 4 + 4 വരും. 4 മൈനസ് -2 പ്ലസ് 4 + 4 8. അടുത്തത് 6, ഇത് മൈനസും പ്ലസ്സായി, ഒരു മൈനസ് കൂടി വരുമ്പോൾ മൈനസ്. അതായത് ഇവിടെ ഓൾറെഡി 2 മൈനസ് ഉണ്ട്, അത് പ്ലസ്സായി. പിന്നെ സെക്കൻഡ് ടൈം വരുമ്പോഴത്തേനും മൈനസ് ഉണ്ട്, അതായത് ഇത് -x2 ആണ്. ഈ കിട്ടുന്ന വാല്യൂ മൈനസ്, നമുക്ക് ഓപ്പോസിറ്റാണ് എടുക്കേണ്ടത്. അതായത് 6 - 10, അതെന്ന് പറയുന്നത് -4 ആണ് നമുക്ക് കിട്ടുന്നത്. അത് x2 അല്ല നമുക്ക് കിട്ടിയത്, -x2 ആണ്. അപ്പോൾ x2 എന്ന് പറയുന്നത് 4 വരും. അത് ഈ സെക്കൻഡ് ടൈം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോഴാണെങ്കിൽ ഫസ്റ്റ് ടൈമിൻ്റെ എടുത്തു, അത് കഴിഞ്ഞ് സെക്കൻഡ് ടൈം വരുമ്പോൾ ഇവിടെ -2 ഇട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതേ പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ കിട്ടിയ വാല്യൂ ഇപ്പോൾ -4 കിട്ടി. x2 അല്ല -4, x2 4 ആണ്. കാരണം -x2 ആണ് -4 എന്ന് കിട്ടിയത്. ഇനി ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ 6 മൈനസ്, ഓൾറെഡി മൈനസ് ഉണ്ട്, പ്ലസ്സായി 10 16. ഓക്കെ, അപ്പോൾ ഈ x1 x2 x3യുടെ വാല്യൂസാണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ ക്യാപിറ്റൽ X1 എന്ന് പറയുന്നത് 8 -4 ആണ് കിട്ടിയത്, അത് 4 ആവും, 16 ആവും. ഇനി ഇതിനെ 4 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 1 4. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐഗൺ വെക്ടർ എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ ലാംഡ നമുക്ക് കിട്ടിയത് വാല്യൂസ് ലാംഡ = 1 2 3 1 2 5. അപ്പോൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് നമ്മളിത് കണ്ടുപിടിച്ചത്. ഇനി ലാംഡ = 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വെൻ ലാംഡ = 2. അപ്പോൾ നമുക്ക് ഇവിടെ മെട്രിക്സ് മൈനസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും 4 - 2 2, പിന്നെ 2 - 2 -5, 3 - 2 1 2 -2 4 -1 ഇൻറ്റു x1 x2 x3 = 0. ഇനി ഇത് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്യണം. 2x1 + 2x2
minus 2x3 minus 5x1 plus x2 plus 2x3 0 equal to 0. ഇനി നമ്മളിവിടെ ക്രാമേഴ്സ് റൂൾ യൂസ് ചെയ്യണം. ക്രാമേഴ്സ് റൂൾ എങ്ങനെയാണ്? x1 എഴുതി, അതിൻ്റെ താഴത്ത് ഏതൊക്കെ വരും? 2 വരും, -2 1 2 x2 വരുമ്പോഴത്തേനും 2 -2 -5 2 x3 വരുമ്പോഴത്തേനും 2 2 -5 1. ഇത് ചെയ്യുമ്പോഴത്തേനും 2 × 2 4 പ്ലസ് 2 ഈക്വൽ ടു 6. 2 × 2 4 -10 ഈക്വൽ ടു -6. 2 × 1 2 പ്ലസ് 10 ഈക്വൽ ടു 12. ഇതെപ്പോഴും ശ്രദ്ധിക്കണം, വിട്ടുപോരുത്. ഇത് -x2 ആണ്. നമ്മൾ എഴുതുമ്പോഴത്തേനും ഇത് ഡയറക്റ്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആൻസർ സൈനിൻ്റെ വ്യത്യാസം വരും. അപ്പോൾ ഇവിടെ സെക്കൻഡ് ഐഗൺ വെക്ടർ എന്ന് പറയുന്നത് 6 -6 12. എഗെയിൻ ഇവിടെ ഞാനിപ്പോൾ എടുത്തെഴുതിയപ്പോൾ -6 എന്ന് എഴുതി. x2 എന്ന് -x2 എന്ന് പറയുന്നതാണ് -6. അപ്പോൾ സ്മോൾ x2 എന്ന് പറയുന്നത് 6, ഇവിടെ +6. അതായത് 6 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 1 1 2. ഇത് ശ്രദ്ധിക്കണം, ഈ മൈനസ് ഇടുന്ന കാര്യം. അല്ലെങ്കിൽ ഇതിവിടെ എഴുതുമ്പോഴത്തേനും ഇത് +6 എന്ന് തന്നെ, ഇവിടെയും +6 തന്നെ എഴുതുക. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഐഗൺ വെക്ടറും കിട്ടി. ഇനി തേർഡ്, വെൻ ലാംഡ ഈസ് ഈക്വൽ ടു 5. ലാംഡ ഈസ് ഈക്വൽ ടു 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും 4 -5 -1 2 -2 തന്നെ, -5 3 -5 അതായത് -2 കഴിഞ്ഞ് 2 -2 4 1 -5 അതായത് -4 ഇൻറ്റു x1 x2 x3 ഇൻറ്റു ഈക്വൽ ടു 0. ഇനി ഇത് നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യണം. -x1 + 2x2 - 2x3 ഈക്വൽ ടു 0. -5x1 - 2x2 + 2x3 ഈക്വൽ ടു 0. ഇനി ക്രാമേഴ്സ് റൂൾ. x1 2 - 2 -2 2 -x2 എന്ന് തന്നെ എഴുതണം. -1 -2 -5 2 x3 -1 2 -5 -2 ഈക്വൽ ടു 4 -4 ഈക്വൽ ടു 0. -2 -10 -12 2 + 10 = 12. അപ്പോൾ ഇവിടെ x3 എന്ന് പറയുന്നത് 0 -x2 ആണ്. x2 എന്ന് പറയുന്നത് 12 12 12. അതായത് 0 1 1. അപ്പോൾ നമുക്ക് x3 കിട്ടി, x1 കിട്ടി, x2 കിട്ടി, x3 കിട്ടി. ഇനി ഈ കിട്ടിയ 3 മെട്രിക്സും കൂടി x1 x2 x3 എടുത്തിട്ട് നമുക്ക് മോഡൽ മെട്രിക്സ് ഫോം ചെയ്യണം. ഹെൻസ് ദ മോഡൽ മെട്രിക്സ് ഈസ് ഗിവൺ ബൈ മോഡൽ മെട്രിക്സ് എന്ന് പറയുന്നത്
ഫസ്റ്റ് മെട്രിക്സ് ആദ്യം എഴുതണം. മൊഡാൽ മെട്രിക്സ് എം ആണ്. ഫസ്റ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് 2 1 4. സെക്കൻഡ് എന്ന് പറയുന്നത് 1 1 2 1 1 2. തേർഡ് എന്ന് പറയുന്നത് 0 1 1. ഇതാണ് നമ്മുടെ മൊഡാൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഗിവൺ മെട്രിക്സ് ഏതാണ്, എം ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. ഇൻവേഴ്സ് ഓഫ് മൊഡാൽ മെട്രിക്സ്. ഇതും നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാവുന്ന കേസാണെങ്കിൽ കാൽക്കുലേറ്റർ മെട്രിക്സ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ഇൻവേഴ്സ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. -1 -1 1. അല്ലാതെ ഇത് മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ട്രാൻസ്പോസ് ആണ്. ട്രാൻസ്പോസ് അല്ലെങ്കിൽ അഡ്ജോയിൻ്റ് വരെയൊക്കെ നമുക്ക് കാൽക്കുലേഷനിൽ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻവേഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ കെയ്ലി ഹാമിൽട്ടൺ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോം ചെയ്ത് മെട്രിക്സ് ഇക്വേഷൻ ഫോം ചെയ്ത് a⁻⁻1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് മെട്രിക്സ് വെച്ചിട്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. കാൽക്കുലേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ 3 2 -2 2 0 -2 1. ഇത്രയാണ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡയഗണൽ മെട്രിക്സ് എന്താണ്? D = M ഇൻവേഴ്സ് A M. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമ്മൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ -1 -1 1 3 2 -2 -2 0 1. ഇനി ഗിവൺ മെട്രിക്സ് 4 2 -2 -5 3 2 -2 4 1. ഇനി എം എന്ന് പറയുന്നത് 2 1 0 1 1 1 4 2 1 ഈക്വൽ ടു, നമുക്ക് ഇതും മെട്രിക്സ് ഓരോ മെട്രിക്സ് എൻ്റർ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 1 0 0 0 2 0 0 0 5. ഇതാണ് നമുക്ക് കിട്ടുന്ന ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം പ്രസൻ്റ് ആണ്, ബാക്കിയെല്ലാം 0 ആണ്. ഇങ്ങനെ ഒരു മെട്രിക്സിനെ, ദ മെട്രിക്സ് ഇൻ വിച്ച് ഓൺലി ദി ഡയഗണൽ എലമെൻറ്റ്സ് ആർ പ്രസൻറ്റ് ആൻഡ് ഓൾ elements except the diagonal elements are 0 is called a diagonal element. Hence matrix A can be diagonalized. അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, മെട്രിക്സ് തന്നിട്ടുണ്ട്. എപ്പോഴാണ് ഡയഗണലൈസ് ചെയ്യാൻ പറ്റുന്നത്? D = M ഇൻവേഴ്സ് A M എന്ന് എഴുതാൻ പറ്റിക്കഴിഞ്ഞാലാണ് ആ മെട്രിക്സ് ഡയഗണലൈസബിൾ ആകുന്നത്. ഫസ്റ്റ് A-λI എടുത്തു, എന്നിട്ട് ഡിറ്റർമിനൻ്റ് എഴുതി, അതിൻ്റെ ഡിറ്റർമിനൻറ്റിന് വാല്യൂ എടുക്കണം. നമ്മളൊരു ഷോർട്ട് കട്ട് പറഞ്ഞ് സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് പ്ലസ് സം ഓഫ് ഡയഗണൽ മൈനേഴ്സ് ഡിറ്റർമിനൻറ്റ്, ഈ 3 കാര്യങ്ങളും വാല്യൂസ് കണ്ടുപിടിക്കണം. എന്നിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്തു. അവിടുന്ന് ലാംഡയുടെ വാല്യൂ, ഐഗൺ വാല്യൂസ് കണ്ടുപിടിച്ചു. ഐഗൺ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വീണ്ടും ആ ഡിറ്റർമിനൻറ്റും ഇക്വേഷനും ഫോം ചെയ്യണം. ഐഗൺ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് വെക്റ്റർ, സെക്കൻഡ് വെക്റ്റർ, തേർഡ് ഐഗൺ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തേർഡ് വെക്റ്ററും കണ്ടുപിടിക്കണം. എന്നിട്ട് അത് യൂസ് ചെയ്തിട്ട് മൊഡാൽ മെട്രിക്സ് ഫോം ചെയ്യണം. എന്നിട്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. എന്നിട്ട് D എന്ന് പറയുന്നത് M ഇൻവേഴ്സ് A M ആണ്. അപ്പോൾ നമ്മൾ 3 മെട്രിക്സും കൂടി എഴുതി മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ഒരു ഡയഗണൽ മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഗിവൺ മെട്രിക്സ് ഡയഗണലൈസബിൾ ആണ്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ചെക്ക് വെദർ ദ ഗിവൺ മെട്രിക്സ് ഈസ് ഡയഗണലൈസബിൾ. ഈ മെട്രിക്സ് ഡയഗണലൈസബിൾ ആണോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആൻഡ് ഹെൻസ് ഡയഗണലൈസ് A⁴. അതായത് നമുക്ക് A⁴ കണ്ടുപിടിക്കണം. A⁴ ഡയഗണലൈസ് ചെയ്യണം. ഇത്രയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ മെത്തേഡ് എന്താണ്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോം ചെയ്യണം. A-λI = 0. ഇനി ഇതേ സ്ഥാനത്ത് നമുക്ക് മെട്രിക്സ് എഴുതണം. മെട്രിക്സ് എഴുതി. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഷോർട്ട് കട്ട് ഫോമിൽ തന്നെ വരും.
ലാംഡ ക്യൂബ് മൈനസ് സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് സം ഓഫ് ഡയഗണൽ മൈനേഴ്സ് ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനൻറ്റ് എ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സും കണ്ടുപിടിക്കണം, മൈനേഴ്സും കണ്ടുപിടിക്കണം, ഡിറ്റർമിനൻറ്റ് എയും കണ്ടുപിടിക്കണം. ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ സം എന്ന് പറയുന്നത് 1 + 0 - 1, അതായത് 0. സം ഓഫ് ഡയഗണൽ മൈനേഴ്സ്, ഡയഗണൽ മൈനേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് -9 ആണ്. -1 - 4 0 - 4 -4 -1 + 0 -1 1 × 0 0 -4 -4 തന്നെ. അപ്പോൾ -4 -4 -8 -1 -9. ഇനി ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോഴത്തേനും -4 + 4 = 0 വരും. അപ്പോൾ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ സമ്മ് 0, ഡയഗണൽ മൈനേഴ്സിൻ്റെ സമ്മ് -9, ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് 0. ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ലാംഡ ക്യൂബ് -0 ലാംഡ സ്ക്വയർ -9 ലാംഡ -0 = 0. അതായത് ലാംഡ ക്യൂബ് -9 ലാംഡ = 0. ഇത് നമുക്ക് വേണേൽ കാൽക്കുലേറ്റർ ചെയ്യാം, അല്ലാതെ ചെയ്യാനാണെങ്കിൽ ലാംഡ × ലാംഡ സ്ക്വയർ -9 = 0. അപ്പോൾ ഇവിടെ ലാംഡ ഇത് എടുത്തു കഴിഞ്ഞാൽ ലാംഡ = 0. അത് കഴിഞ്ഞ് ലാംഡ സ്ക്വയർ -9 = 0. ഇത് ഒരെണ്ണം. അത് കഴിഞ്ഞ് ലാംഡ സ്ക്വയർ = 9, ലാംഡ = ±3. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ ഏതൊക്കെയാണ്? ലാംഡ = -3, 0, 3. ഇതാണ് നമ്മുടെ ഐഗൺ വാല്യൂ. ഇനി ഈ ഐഗൺ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് മെട്രിക്സ് കണ്ടുപിടിക്കണം. ലാംഡ -i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ലാംഡ = -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് ഇൻറ്റു ഇവിടെ x1 x2 x3 = 0. ഇനി ഇക്വേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ അല്ല ഒന്നിൻ്റെ. ഇപ്പോൾ 4 -2 ഉണ്ട്, പക്ഷേ 3യും 2 തമ്മിൽ ബന്ധമൊന്നുമില്ല, ഇതും ബന്ധമില്ല. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഡയറക്റ്റ് എടുക്കാം. 4x1 - 2x2 + 0 x3 = 0. -2x1 + 3x2 + 2x3 = 0. ഇനി ക്രാമേഴ്സ് റൂൾ അപ്ലൈ ചെയ്യണം. ക്രാമേഴ്സ് റൂൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും x1 വേണം, x2 വേണം, x3 വേണം. ഇവിടെ -x2. അപ്പോൾ x1 എന്ന് പറയുന്നത് -4, x2 എന്ന് പറയുന്നത് ഈ -8, x3 എന്ന് പറയുന്നത് 8. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് മെട്രിക്സ് ഫോം ചെയ്യുമ്പോഴത്തേനും -4 -8 8 ഇതിനെല്ലാത്തിനും 4 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ -1 -2 2. ഇനി ലാംഡ = 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ലാംഡ = 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് അതേ മെട്രിക്സ് തന്നെ കിട്ടും. x1 x2 x3 ഉണ്ട്. ഇനി ഇവിടെ ഇക്വേഷൻ ഫോം ചെയ്യണം. x1 - 2x2 + 0x3 = 0, -2x1 + 0x2 + 2x3 = 0. x1 എന്ന് പറയുന്നത് -4 + 0, -x2 എന്ന് പറയുന്നത് 2 + 0, x3 എന്ന് പറയുന്നത് 0 - 4 = -4 2 -4. അപ്പോൾ നമ്മളിവിടെ മെട്രിക്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ x2 എന്ന് പറയുന്നത് -4 2 -4, 2 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ -2 1 -2. അഗെയിൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം x2 എന്ന് പറയുന്നത് -2 മൈനസ് അതായത് 2 1 2
ഇതാണ് സെക്കൻഡ് മെട്രിക്സ്. ഫസ്റ്റ് മെട്രിക്സ് കിട്ടി, സെക്കൻഡ് മെട്രിക്സ് കിട്ടി. ഇതുപോലെ തന്നെ തേർഡ് മെട്രിക്സ് കണ്ടുപിടിക്കണം. തേർഡ് മെട്രിക്സ് കിട്ടുന്നത് എങ്ങനെയാണ്? ലാംഡ ഈസ് ഈക്വൽ ടു 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും 1 -3 -2 -2 0 -2 0 -3 -3 2 0 2 -1 -3 -4 ഇൻറ്റു x1 x2 x3 ഈക്വൽ ടു 0. ഇനി ഇത് ഇക്വേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ -2x1 -2x2 പ്ലസ് 0x3 ഈക്വൽ ടു 0 -2x1 -3x2 പ്ലസ് 2x3 ഈക്വൽ ടു 0. ഇവിടെയും കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾസ് അല്ല, അതുകൊണ്ട് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. 2 -2 ആണ് -2 ആണ്, പക്ഷേ ഇവിടെ -2 -3 ആണ്. ഇവിടെയും -2 തന്നെ വന്നിരുന്നു, ഇവിടെ 0 ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ 2 -2 0, ഇവിടെ -4 0 വന്നിരുന്ന് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൽ പ്രശ്നമൊന്നുമില്ല. ഇനി ക്രാമേഴ്സ് റൂൾ അപ്ലൈ ചെയ്യണം. നമുക്കിവിടെ x1 x2 x3 കിട്ടി. അപ്പോൾ ഫൈനൽ മെട്രിക്സ് എന്ന് പറയുന്നത് -4 x2 ഈസ് ഈക്വൽ ടു 4 4 2 അപ്പോഴത്തേനും -2 2 1. അപ്പോൾ നമ്മൾ നേരത്തെ കിട്ടിയ x1 x2 x3 വെച്ചിട്ട് മോഡൽ മെട്രിക്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ x1 എന്ന് പറയുന്നത് -1 -2 2. അപ്പോൾ മോഡൽ മെട്രിക്സ് എന്ന് പറയുന്നത് -1 -2 2 -1 -2 2, അടുത്തത് 2 1 2, അടുത്തത് -2 2 1. ഇതാണ് നമ്മുടെ മോഡൽ മെട്രിക്സ്. ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഇൻവേഴ്സ് എന്ന് പറയുന്നത് -1 ഇൻവേഴ്സ് ഇവിടെ നമ്മൾ ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ തന്നെ ചെയ്യുവാണ്. കാരണം കാൽക്കുലേറ്ററിൽ നമ്മൾ d ഈക്വൽ ടു m എന്ന് പറയുന്ന മെട്രിക്സ് എൻ്റർ ചെയ്തതിന് ശേഷം അതിൻ്റെ ഇൻവേഴ്സ് ഇൻറ്റു ഗിവൺ മെട്രിക്സ് എ ഇൻറ്റു ഈ m ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 0 0 0 3 0 0 0 -3. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡയഗണൽ എലമെൻറ്റ് 0 ആണ്, ബാക്കി രണ്ടും പ്രസൻ്റ് ആണ്, ബാക്കിയെല്ലാം 0 ആണ്. അപ്പോൾ ഇതിൽ എനിക്കും തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡയഗണൽ എലമെൻറ്റ്സിൽ ഒരു എലമെൻറ്റ് 0 ആയിക്കഴിഞ്ഞാൽ അത് ഡയഗണൽ മെട്രിക്സ് ആണോ എന്നുള്ളത്. അപ്പോൾ അതിന് കിട്ടിയൊരു ഉത്തരവ് എന്ന് പറയുന്നത് ഇൻ എ ഡയഗണൽ മെട്രിക്സ് ഡയഗണൽ എലമെൻറ്റ്സ് മേ ഓർ മേ നോട്ട് ബി 0. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് 0 ആയി കഴിഞ്ഞാൽ അതൊരു 0 മെട്രിക്സ് ആണ്, അതിനെ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമാണ് ഇവിടെ പ്രസൻറ്റ്, പക്ഷേ അതിൽ ഒരു എലമെൻറ്റ് 0 ആയി, അപ്പോൾ അത് ഡയഗണൽ മെട്രിക്സ് ആയിട്ട് തന്നെ നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ മെട്രിക്സ് ഡയഗണലൈസബിൾ ആണോ അല്ലയോ എന്നുള്ളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഈ മെട്രിക്സ് ഡയഗണലൈസബിൾ ആണ്. ഇനി ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ആൻഡ് ഹെൻസ് ഡയഗണലൈസ് a⁴. അതെന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെട്രിക്സ് d⁻n എന്ന് പറയുന്നത്, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഡയഗണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ d ആണ് കിട്ടുന്നത്. നമുക്ക് a⁴ ഡയഗണലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് d⁴ ആണ്. അപ്പോൾ d⁻n എന്ന് പറയുന്നത് m ഇൻവേഴ്സ് a⁻n m ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് d⁻4 വേണമെന്നുണ്ടെങ്കിൽ m ഇൻവേഴ്സ് a⁴ m. അതായത് നമുക്ക് ഈ മെട്രിക്സിനെ 4 ടൈംസ് എടുത്താൽ മതി. 0 0 0 0 3⁴ എന്ന് പറയുന്നത് 9 × 9 81 0 0 0 81. ഇതാണ് നമ്മൾ a⁴ ഡയഗണലൈസ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ഡയഗണലൈസേഷനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മെട്രിക്സ് തരും, അതിനെയാണ് നമുക്ക് ഡയഗണലൈസ് ചെയ്യേണ്ടത്. d = m ഇൻവേഴ്സ് am എന്നാണ് എഴുതേണ്ടത്. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം.
പോളിനോമിയൽ ഫോം ചെയ്യണം, എയ്ഗൺ വാല്യൂസ് കണ്ടുപിടിക്കണം, ലാംഡയുടെ വാല്യൂസ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എയ്ഗൺ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കണം. അതിനുശേഷം അത് വെച്ചിട്ട് മോഡൽ മെട്രിക്സ് ഫോം ചെയ്യണം, ഇൻവേഴ്സ് കണ്ടുപിടിക്കണം, മൾട്ടിപ്ലൈ ചെയ്യണം ഈ എം ഇൻവേഴ്സ് എ എം. അപ്പം നമുക്കൊരു ഡയഗണൽ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ മെട്രിക്സ് ഗിവൺ മെട്രിക്സ് എ എന്ന് പറയുന്നത് ഡയഗണലൈസബിൾ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇത്രയാണ് ഡയഗണലൈസേഷൻ ഓഫ് എ മെട്രിക്സിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്.